ഇന്ന് നമ്മൾ കൂണാണ് വാങ്ങിച്ചിരിക്കുന്നത്. ശരിക്കും ഒരു കുക്കിംഗ് എക്സ്പെരിമെൻറ്റ് തന്നെയാണ്. കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിലൊക്കെ ഇട്ടു. അതിനുശേഷം ഇതുപോലെയാണ് തൊലി കളഞ്ഞത്. അതിനുശേഷം നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ എല്ലാ പൊടികളും എടുത്തു. അതിനുശേഷം ഏലക്കായാണ് ഇപ്പോൾ ഇടുന്നത്. ഇത് കൂണ് വെക്കാനായിട്ട് പേടിയുള്ള എല്ലാവരും കൂണ് ധൈര്യമായിട്ട് വെച്ചോ. കാരണം ഞാൻ ഇതുവരെയായിട്ടും വെക്കാത്ത ഒരു സംഭവം വെച്ച് അടിപൊളി, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. തക്കാളിയും സവോളയും നന്നായിട്ട് വഴറ്റിന് ശേഷമാണ് എല്ലാ പൊടികളും ഇതിലേക്ക് ചേർക്കേണ്ടത്. എല്ലാം 1 ടീസ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മസാലപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു. ഇപ്പോൾ ഒരു ഏകദേശം കറിയുടെ ഒക്കെ രൂപ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിന് ശേഷം ഞാൻ അതിലേക്ക് ഉപ്പിട്ടു. ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്ക് എപ്പോഴും കൂടുതലായിരുന്നു, പക്ഷെ ഞാൻ ശ്രദ്ധിച്ച് ഉപ്പൊക്കെ ഇട്ടു. അതിന് ശേഷം കൂണിട്ടു. കൂണ് സെപ്പറേറ്റ് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കൂണ് കറി. എല്ലാവരും പരീക്ഷിക്കുക.